അല്ല ഗൈസേ, സോഷ്യൽ മീഡിയ ഇപ്പോൾ കാര്യമായി തപ്പിക്കൊണ്ടിരിക്കുന്നത് ഫസ്മിന സക്കീറിൻ്റെ നമ്മുടെ ഫസ്മിന മോളുടെ ചെക്കൻ ആരാണെന്നാണ്. അത് ജലനാണോ, അത് വേറെ ഏതെങ്കിലും ജലനാണോ എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്മിന സക്കീർ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫസ്മിന സക്കീറിൻ്റെ ആ വീഡിയോ കണ്ടില്ലെങ്കിലും അനന്തുവിൻ്റെ വീഡിയോ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അനന്തുവിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ആ ഒരു പോർഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്മിന സക്കീർ അനന്തും തമ്മിലുള്ള ഒരു ഖത്തറ എന്നുള്ള രീതിയിൽ, ഖത്തറ അതല്ല, ഒരു സൗന്ദര്യപ്പട എന്താ പേര് പറയുക, ഒരു ചകിട എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു സംഗതികളൊക്കെ മാറിയിട്ടുണ്ട് കേസ്. അനന്തും എന്താ വെച്ചാൽ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യും ഫസ്റ്റ് വീഡിയോ എന്താ വെച്ചാൽ ആ സമയത്ത് അത് അവൾക്ക് എങ്ങനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ, അതായത് അവൾ വിചാരിച്ച മാതിരി റെസ്പോൺസ് ആളുകൾ ഇത് കിട്ടിയില്ലെങ്കിലേ അവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ അവളുടെ ഉടായ്പകളൊക്കെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ അനന്തു വീഡിയോ ചെയ്യുമ്പോൾ അനന്തു വരെ കണ്ടിട്ട് ആരും പിടിക്കില്ല. അങ്ങനെ സംഭവമുണ്ട് കേസ്. അപ്പം ഫസ്മിന സക്കീറിൻ്റെ ഡയറിയാണ് ഇവിടെ പ്രധാന വിഷയം. അതിൽ അവളൊരു ഇങ്ങനെ പറയണ്ടല്ലോ ഒരു സംഭവം, ഞാനത് എടുത്തു പറയുന്നില്ല. അപ്പോൾ അവളുടെ ചെക്കൻ ആരാണ്, അവളുടെ റിലേഷൻഷിപ്പ്, ഇപ്പോൾ അവൾക്ക് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയുന്നു, ഡിസംബറിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ ഇങ്ങനെ. പക്ഷേ ആ സമയത്ത് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ജലൻ എന്ന് പറയുന്ന അതിൽ എന്നുള്ള ജലൻ എന്ന് പറയുന്ന ചെക്കന് വെറും 20 വയസ്സേ ഉള്ളൂ, ഇവൾക്ക് 25 വയസ്സുണ്ട്. ഇവൾ പറയുന്നത് എനിക്ക് 25 വയസ്സ്, അവൾക്ക് 20 വയസ്സാണ് അവന്. അപ്പോൾ അത്രയും ചെറിയൊരു പയ്യനായിട്ട് ഞാനിങ്ങനെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അരെന്ത് പറയുന്നത് അത് ഹുക്കപ്പ് ആയിരിക്കും, ഫ്ലിങ് ആയിരിക്കും, എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തോ ഡിങ്കോൾഫിക്കേഷൻ ഉണ്ട് ഇതൊക്കെയാണ് അനന്തുവിൻ്റെ വീഡിയോയിൽ കേസ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സോഷ്യൽ മീഡിയ എനിക്ക് തോന്നണത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ തപ്പിണ്ട് വെക്കുന്നത് ആരാണ് ശരിക്കും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് എന്നൊരു സാധനം. ഞാനൊരു കാര്യം പറയട്ടെ കേസ്, എന്തായാലും ആളുകൾക്ക് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയേണ്ട കേസ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ആളുകളുടെ കുൽസിതങ്ങൾ, അപരാധകഥകൾ, അല്ലെങ്കിൽ കാമുകൻ, അല്ലെങ്കിൽ എത്ര ആളുകൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ട്, ആരൊക്കെയായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഇതൊക്കെയാണ് ആളുകൾക്ക് അറിയേണ്ട കേസ്. അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് കുറ്റങ്ങൾ പറയുക. അപ്പോൾ ലല്ലുവിൻ്റെ കുൽസിതത്തെക്കുറിച്ചിട്ട് ഇവൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, ഇതൊക്കെ കേൾക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ഇതിലെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഇതിൽ ശ്രദ്ധിച്ചുള്ള വേറൊരു കാര്യം ആദ്യമായിട്ടായിരിക്കും തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ട് അധികം എനിക്കത് ഒരു പുതിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഒരു പെണ്ണിൻ്റെ അവിഹിത കഥകൾ സമൂഹം കാര്യമായിട്ട്, അതായത് ചർച്ച ചെയ്യുന്നു എന്നല്ല, പരിഗണസുദിനെ കുറിച്ചിട്ടൊക്കെ പലരും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ട്രോളുന്ന രീതിയിൽ ആളുകൾ എടുക്കുന്നത് ഫസ്മിന സക്കീറിൻ്റെ റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ടാണ് തോന്നുന്നത് കേസ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയട്ടെ. ഇത് എനിക്ക് തോന്നിയുള്ളൊരു സംഭവം, ഇതിലൊക്കെ എന്തത്ര വലിയ കാര്യമുള്ളതാണ്. സംഭവം ശരിയാണ്, ഫസ്മിന സക്കീർ കള്ളത്തരം പറയുന്നു എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട്. ഞാൻ ആ പോയിൻ്റ് അല്ല കേട്ടോ ഇവിടെ നോക്കുന്നത്. കള്ളത്തരം പറയുന്നുള്ള പോയിൻ്റ് വെച്ചിട്ടാണ് അനന്തു കൂടുതലും വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അത് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഓളുടെ കാര്യം കൂടി നോക്കണം, പിന്നെ ഓള് ഉടായിപ്പ് തരാണ് പറയണത് എന്നുള്ളൊരു പോയിന്റിലാണ് അനന്ത് വീഡിയോസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ആ പോയിന്റിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഞാനിവിടെ പറയുന്നത്, അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവൾക്ക് റിലേഷൻഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ ആളുകളായിട്ട് അവൾക്കൊരു ഏതെങ്കിലും ഒരുത്തനായിട്ടോ ആളുകളായിട്ടോ അവൾക്കൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താ ഇപ്പോൾ ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാനുള്ളതെന്നാണ്. പൊതുവെ സമൂഹത്തിൽ സ്ലട്ട് ഷെയിം ചെയ്യുക എന്നൊരു സാധനം ഉണ്ടല്ലോ. ഒരു പെണ്ണിനെയാണ് പൊതുവെ സ്ലട്ട് ഷെയിം ചെയ്യുക. ആണുങ്ങൾ എന്താ വെച്ചാൽ, എനിക്ക് ഇത്ര പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അത് പലരും എന്തോ വലിയൊരു കേമത്തരായിട്ടൊക്കെ എടുക്കുക. പൊതുവെ എപ്പോഴും ആ ഒരു സിനാരിയോ ആണ് നല്ല പറയണത്. ഇവിടെ ഫസ്മിന സക്കീറിൻ്റെ ഈ കാര്യത്തിൽ അവൾ പിഴയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ പിഴയായി മാറുന്നു എനിക്കത് മനസ്സിലാവത്ത്. ഇത്രയും സീരീസുകൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇത്രയും സീരീസുകൾ സിനിമകളും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കേരള സമൂഹത്തിൽ ഈ 2026 ഒരാളുമായിട്ട് തന്നെ കമ്മിറ്റഡായ റിലേഷൻഷിപ്പ് വേണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേസ്. ഞാനും ചെറുപ്പത്തിലല്ല പലപ്പോഴും ഇപ്പോഴും ഞാനതൊന്നും ആ ഒരു ഇതൊന്നും അറിയിട്ടില്ല കേസ്. അതായത് ഒരാളെ നോക്കുമ്പോൾ സീരിയസ് ആയിട്ട് നോക്കുക എന്നൊരു സംഭവം, റിലേഷൻഷിപ്പ് എന്നുള്ളൊരു സാധനം. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേസ്, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പം എൻ്റെ മൈൻഡ് സെറ്റിലൊക്കെ എനിക്ക് തോന്നിയുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളൊക്കെ അട്ടർ ഫെയിലിയറായി തീരുന്നു നമ്മൾ ഒരാളെ സീരിയസ് ആയിട്ട് ഓക്കെ. എന്താ വെച്ചാൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാധനമാണത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷേ ഫസ്മിന സക്കീറിന് അങ്ങനെ പെയിൻഫുള്ളായ എക്സ്പീരിയൻസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എന്ന് ഉണ്ടായത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പലപ്പോഴും സംഭവിക്കാവുന്ന കാര്യം ഞാൻ ആലോചിക്കണം, അവൾക്ക് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രോമയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവൾ പറയുന്നത് സെൽഫ് ഹാമിങ് സംഭവങ്ങളൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കണം, സ്വയം മുറിവേൽപ്പിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ, പെയിൻ അനുഭവിപ്പിക്കുക എന്നൊക്കെ.
അപ്പോൾ ആ സമയത്ത് ഒരു ആശ്വാസം പോലെയായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ പ്ലഷേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളൊക്കെ. അപ്പോൾ അവൾക്കും മറ്റേ അവളുടെ പാർട്ട്ണറായിട്ടുള്ള ഒരാൾ, അത് ഏത് രീതിയിലുള്ള പാർട്ട്ണർ ആയിക്കോട്ടെ, അവർ ഹാപ്പി ആണെങ്കിൽ പിന്നെ ഇപ്പോൾ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം എന്നാണ് മനസ്സിലാവാത്തത്. ഞാനതിനെ ന്യായീകരിക്കണതല്ല കേട്ടോ, ഞാൻ പറയുന്നൊരു സംഭവം ഇതാണ്. ഇവിടെ നിങ്ങൾ നോർമൽ പീപ്പിൾ എന്നുള്ളൊരു സീരീസ് കണ്ടിട്ടുണ്ട് കേസ്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. നോർമൽ പീപ്പിൾ എന്നുള്ള ഒരു സംഗതി എൻ്റെ കുറേ ആശയങ്ങളെ വളരെ എന്നെ തന്നെ ഷോക്ക് ചെയ്യുന്ന രീതിയിൽ പൊട്ടിച്ചെറിഞ്ഞ ഒരു സാധനമാണ് കേസ്. അതിൽ ഓള് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് അതിന്ന് പിന്നെ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ പുറത്ത് അവൾക്ക് വേറെ കുറേ റിലേഷൻഷിപ്പുകൾ, അവൾ പെയിൻ അനുഭവിക്കാൻ വേണ്ടി സെക്ഷൽ റിലേഷൻഷിപ്പുകളിൽ പോവും, അതിൽ ഭയങ്കര ട്രോമ അനുഭവിക്കോള്, വീണ്ടും ഇവർ ഒരുമിച്ച് വീണ്ടും അതിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് അങ്ങനെയൊക്കെ ഏറ്റവും അവസാനം അവർ ഒരുമിക്കും. അതാണ് ഒരു സംഭവം. അപ്പോൾ അവളുടെ സെക്ഷൽ റിലേഷൻഷിപ്പുകൾ, അവൻ്റെ സെക്ഷൽ റിലേഷൻഷിപ്പുകൾ, അത് ഇവരിങ്ങനെ റിലേഷൻഷിപ്പുകളെ മൊത്തത്തിൽ ഗോ ത്രൂ റിലേഷൻഷിപ്പുകളിലൂടെ കടന്നു പോകുന്നതെന്നുള്ള കുറേ സാധനങ്ങളൊക്കെ എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു സാധനമാണ് ഞാൻ പറയട്ടെ. ഇതിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്നൊരു സീരീസ് നിങ്ങൾ കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് കേസ്. അതിലും ഇപ്പോൾ മീവ് ഓട്ടീസ് ഒരു സംഭവമല്ലേ, എനിക്ക് ആ ഓട്ടീസായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യലുണ്ട് കേസ്, ആ ഒരു ക്യാരക്ടറായിട്ട്. അതേപോലെ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പരിചയപ്പെട്ടുള്ള എൻ്റെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ടുള്ള വ്യക്തി മീവിൻ്റെ ആ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അതേപോലെ നോർമൽ പീപ്പിളിലെ മറ്റേ 37 ഒരു സംഗതി, അതായത് അതേപോലെ ചെയ്യുന്നു എന്നല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സംഭവം. അപ്പോൾ അതായത് നമ്മൾ എല്ലാം അങ്ങനെ തുറന്നു പറയുന്ന ഒരവസ്ഥ. ചില ആളുകൾ എന്താ വെച്ചാൽ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ, അതിൻ്റെ പേരിലുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചിട്ടുണ്ടാവും, ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരുപാട് സംസാരിച്ചിട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ വിഷയം എന്താ വെച്ചാൽ ആളുകൾക്ക് പലപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സംഗതി, അത്ര സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ റൊമാൻറ്റിക് വൈബ് പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ മയേഴ്സ് ബ്രിഗ്സ് പ്രകാരം 16 തരത്തിലുള്ള ആളുകൾ ഈ ലോകത്തുണ്ട് എന്നാണ് പറയുന്നത്. ഈ 16 തരത്തിലുള്ള ആളുകളിലും വേരിയേഷൻസ് ഉണ്ട്. അത് ഓരോ സ്റ്റേജിനനുസരിച്ചും അനുഭവങ്ങൾക്കനുസരിച്ചും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, റിലേഷൻഷിപ്പ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്, എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെ. അപ്പോൾ ഇത് എല്ലാവരും എപ്പോഴും ഒരേപോലെയല്ല റിലേഷൻഷിപ്പുള്ള ജീവിതത്തെ നോക്കി കാണുന്നത്. അത് സിറ്റുവേഷനായിട്ടുള്ളൊരു സംഗതി ആയിരിക്കാം. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഞാൻ വീണ്ടും പറയണോ, ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വീഡിയോ കേസ്, വേറെ ഇപ്പോൾ കാര്യം ഒന്നുമില്ല ഇതിൽ. അപ്പോൾ ഫസ്മിന സക്കീറിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആണ് ഞാൻ ഈ കാര്യത്തെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു സംഗതി ഉണ്ട് കേസ്, ഞാൻ ഫ്രണ്ട് സോണല്ല, ഞാനൊരു വേറൊരു സംഭവം കണ്ടല്ലോ. ചില ആളുകളില്ലേ, ഇപ്പോൾ ഒരുത്തിനെ ഭയങ്കര ഇഷ്ടമാണ് ഓന്, ഓൻ്റെ ക്യാരക്ടറായിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നലുണ്ട്, അതുപോലെയാണോ എൻ്റെ ഇത്, എവിടേക്ക് ഒരു വൈബ് സെറ്റാണ്. അതായത് തമാശ പറഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടും ഭയങ്കരമായിട്ട് ഒരാളെ കെയർ ചെയ്തിട്ട് വെക്കുന്ന സമയത്ത് മറ്റാൾക്ക് നമ്മളോട് റൊമാൻറ്റിക് സംഗതി തോന്നണമെന്നില്ല. അവർ നമ്മളെ ഫ്രണ്ടായിട്ടാണ് കരുതുന്നുണ്ടാവുക. അവരുടെ ഒരു റിലേഷൻഷിപ്പിന് ഉള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമൊന്നും സംസാരിക്കാത്ത, വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നും കാണിക്കാത്ത ഒരാളായിരിക്കും അവർക്ക് റിലേഷൻഷിപ്പിന് വേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടായിട്ടൊക്കെ വേണ്ടി വരിക. പലപ്പോഴും പെണ്ണുങ്ങളുടെ ഒരു അവസ്ഥ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, അങ്ങനെയല്ല കേട്ടോ. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ഞാൻ പലപ്പോഴും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അത് അവരുടെ പിന്നെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അവർക്ക് മനസ്സിലാവുണ്ടായിരിക്കും, എനിക്ക് വേണ്ടത് ഇങ്ങനെയല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, എനിക്കൊരു ഫ്രണ്ട് കം ഒരു ഒരു എന്താ പറയുക ബോയ് ഫ്രണ്ട്, ആ ഒരു സാധനമാണ് എനിക്ക് വേണ്ടതെന്നുള്ളൊരു സാധനത്തിലേക്ക് പലപ്പോഴും എത്തുന്നുണ്ടായിരിക്കും. ഒരു സിനിമ ഉണ്ടല്ലോ, അതല്ല വേറൊരു സീരീസ്, അത് പേര് ഞാൻ മറന്നു. ഒരു ചെങ്ങായി ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ചെങ്ങായിയാണ്. ആ ചെങ്ങായിക്ക് വരുത്തിയിട്ടും അവന് ഭയങ്കര ഇഷ്ടമാണ് ഓളുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ട്രോമയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ. അപ്പോൾ അവൾക്ക് എന്താ വെച്ചാൽ ഒരു സെക്സ് അഡിക്റ്റായിട്ട് മാറുള്ളൂ. അവൾക്ക് പലപ്പോഴും പല തരത്തിലുള്ള ആളുകളെ വേണം, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സെക്സ് വേണം അവൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുത്തിയാണ്. അപ്പോൾ ഏറ്റവും അതായത് ഈ ചെങ്ങായിയായിട്ട് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ ഇവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ എന്താ വരുന്ന സമയത്ത് ഇവൾക്ക് ആ സമയത്ത് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവനത് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ അവളായിട്ട് അത്രയൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവൻ പതുക്കെ അവളോട് ബായ് എന്ന് പറഞ്ഞിട്ട് ഇവൻ പോവും. അപ്പോഴാണ് ഇവളാകെ തകരുക. കൂടുള്ള സമയത്ത് വില ഉണ്ടാവില്ല, അങ്ങനൊരു സംഭവം. അത് മാത്രമല്ല കേട്ടോ, വേറൊരു പോയിൻ്റാണ്. അപ്പോൾ ഓള് പിന്നെ പറഞ്ഞത് വെച്ചാൽ ഇയാൾ പോയ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു ഒറ്റപ്പെടലുണ്ടായിരുന്നു, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു റിലേഷൻഷിപ്പിക്ക് പോയത്. പിന്നെ എനിക്കിങ്ങനൊരു സംഗതി ഉണ്ട്, ഒരു അസുഖം എന്നല്ല, അങ്ങനൊരു ഇതിലാണ് ഓള് പറയണത്. എനിക്കിങ്ങനെ ഞാനൊരു സെക്സ് മാനിയാക്ക് ആ ഒരു രീതിയിലാണ്
അങ്ങനെ കുറച്ച് സംഭവം, പിന്നെ അവളുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ഹിസ്റ്ററി ഒക്കെ അങ്ങനെ ഷെയർ ചെയ്യാണ്. അപ്പോൾ പിന്നെ ഒരു മെഡിക്കൽ ഡോക്ടറൊക്കെ കണ്ട്, സൈക്കോളജിസ്റ്റിനെ കണ്ട് എന്നിട്ട് അതൊന്ന് മാറിയിട്ട് പിന്നെ അവസാനം ഇവർ കല്യാണം കഴിക്കും. അപ്പോൾ ആ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത്, കല്യാണ ദിവസം ഇവളിങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ ഓള് പറയുന്നൊരു സാധനമുണ്ട്, ഐ ചൂസ് ടു ബി യുവർ വൈഫ്, അല്ലെങ്കിൽ ഐ ചൂസ് യു. അതാണ് ചൂസ് ചെയ്യാന്നൊരു സാധനം. അതായത് കുറേ ഓപ്ഷൻസ് ഉണ്ടായിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് അതിലൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഓള് പോയത് ഡേറ്റ് ഓഫ് സാധനം, അത് വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് ഇയാളെ മതി എന്ന് ചൂസ് ചെയ്യണ ഒരു സാധനമാണ്. പലപ്പോഴും പല ആളുകളുടെയും ലൈഫിൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ സംഭവിക്കുക. അതായത് ഒരാളെ ചൂസ് ചെയ്തിട്ട് തുടക്കത്തിൽ ഇങ്ങനെ ആയിട്ട് പിന്നെയാണ് മനസ്സിലായി ഇയാൾ സെറ്റാവില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുറേ ആളുകളിലേക്ക് പോകുന്നുണ്ടായിരിക്കും, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് നേരെ ഓപ്പോസിറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. കുറേ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം എന്നിട്ട് ചൂസ് ചെയ്യാണ് എനിക്ക് ഈ സംഗതി മതിയെന്ന്. അതിനിപ്പോൾ തെറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും കേസ്. ചില ആളുകൾ എന്താ വെച്ചാൽ തുടക്കത്തിലെ ഒരാളിൽ ഒതുങ്ങാന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരാളുമായിട്ട് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിട്ട് അതിന്ന് എന്തെങ്കിലും ട്രോമ കിട്ടിയതിന് ശേഷം പിന്നെ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ട് വീണ്ടും പിന്നീട് വേറൊരു സ്റ്റേജിൽ എന്താ വെച്ചാൽ വീണ്ടും ഒരാളായിട്ട് അങ്ങനെ കമ്മിറ്റഡ് ആവുന്നുണ്ടായിരിക്കാം. ചില ആൾ എന്താ വെച്ചാൽ തുടക്കത്തിൽ തന്നെ വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യും. വല്ല ആദ്യം ഫ്രീ മാർക്കറ്റിൽ പോയ മാതിരി കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടാവും. ഏറ്റവും സാധനം എനിക്കിത് മതി എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ സെലക്ട് ചെയ്യേണ്ടതായിരിക്കും. ചില ആളുകൾ എന്താ വെച്ചാൽ ഒരാൾ തന്നെ മതി എന്ന ലെവലിൽ ഇങ്ങനെ ആയിരിക്കും, അവിഹിതപ്പുറത്ത് കൂടെ സീക്രട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കേണ്ടത്, അങ്ങനെയൊക്കെ ആയിരിക്കും. ചില ആളുകൾക്ക് ഒരു വീണ്ടും കമ്മിറ്റഡ് ആവും പേടി ഉണ്ടായിരിക്കും. അപ്പോൾ അവരെന്താ വെച്ചാൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, ഫ്ലിങ്, ഹുക്കപ്പ്, വൺ നൈറ്റ് സ്റ്റാൻഡ് അങ്ങനെ രീതിയിലേക്ക് പോകണ്ടായിരിക്കും. പിന്നെ എല്ലാ ആളുകളും മൈൻഡിന്, ഇമോഷൻസ് അങ്ങനെ എല്ലാ കേസ് പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. പല ആളുകൾ എന്താ വെച്ചാൽ ചില ആളുകളില്ല, ബ്രേക്കപ്പ് സംഭവിച്ച ആളുകൾ പിന്നെ അവർ ഇമോഷൻസിനൊക്കെ ട്രസ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ ഈ പേടി അവർ കാണിക്കില്ല. പകരം അവരെന്താ വെച്ചാൽ അവരുടെ ബോഡി വെച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമം നടത്തും. ചില ആളുകൾ എന്താ വെച്ചാൽ ബോഡി തന്നെ വലുത് വിചാരിച്ചിട്ട് അതിൽ നിന്ന് വെയിറ്റ് ഓഫ് അല്ലാക്കി ഇമോഷൻസും ഫീലിങ്സും ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിലാവും. ചില ആളുകൾ എന്താ വെച്ചാൽ ഇമോഷൻസും ഫീലിങ്സും ബോഡി എല്ലാം കൂടി അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്നാൽ ഒരു ബാലൻസ്ഡ് ആയ രീതിയിലുള്ള റിലേഷൻഷിപ്പ് വേണ്ടതെന്നായിരിക്കും. ചിലവർക്ക് ഇപ്പോഴും ഈ എക്സൈറ്റ്മെൻറ്റ് വേണ്ടി വരും, ഫിസിക്കൽ എക്സൈറ്റ്മെൻറ്റ്, റൊമാൻറ്റിക് എക്സൈറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കും. പലരും ഓരോ സ്റ്റേജിൽ ഓരോ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കേണ്ടാവുക. അപ്പോൾ പിന്നെ ഫസ്മിന സക്കീറിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 25 വയസ്സിലെ കേസ് നമുക്കറിയാവുന്നതാണ്. ഒരു ഏകദേശം കറക്റ്റ് പ്രായമല്ല പറയണം, ഒരു 19-20 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെയൊക്കെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തെറിച്ചിരിക്കണ ഒരു സ്റ്റേജ് ആയിരിക്കും. ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യുക, ലൈഫിനെ ടേസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമൊക്കെ ആയിരിക്കും. പിന്നീടൊക്കെ ആയിരിക്കും ഒരു 10-27 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് ലൈഫിൽ എന്താണ് വേണ്ടത്, നമ്മളെവിടെയാണ് ഫ്ലോപ്പായത്, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് വരിക. അതും ചിലപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അത് വേറൊരു കാര്യം. ലൈഫ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ജേണി ഇല്ല കേസ്. അല്ലാണ്ട് ഇപ്പോഴും ഒരേപോലെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ലീനിയറായിട്ട് പോകുന്നൊരു സാധനമല്ലല്ലോ. അതൊരു ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരിക്കും. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ജാസ്മിൻ ജാഫറിന് കുറേ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞു വരുന്ന സാധനം, ജാസ്മിൻ ജാഫറിൻ്റെ അവസാനത്തെ ഉള്ള വീഡിയോസ് ഒരു 3-4 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അവൾ കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് ഉള്ള സംഭവം അവൾ പറയുന്നത്, ഞാൻ വേറൊരാളെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യണില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം, പക്ഷേ ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ ഞാൻ എനിക്ക് ആങ്കർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പല കാര്യങ്ങളും ഒട്ടും ആലോചിക്കാണ്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇത് കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ ഓൾ പറയുന്നുണ്ട്, ഞാൻ വളരെ ഹാപ്പിയാണെന്നാണ് വിചാരിച്ചിരുന്നത്, ഭയങ്കര ബോൾഡായിരുന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അങ്ങനെയല്ല എന്നുള്ളൊരു സംഗതിയൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ ജാഫറിൻ്റെ വീഡിയോ കാണാത്ത ആളുകൾ മനസ്സിലാവും തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ അനന്തു ഫസ്മിന സക്കീറിൻ്റെ ഡയറിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിലെ ഈ ഒരു പോയിന്റിൽ എനിക്ക് തോന്നിയുള്ളൊരു കാര്യം കേസ്, ഞാനത് ഫസ്മിന സക്കീറിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അങ്ങനെ രീതിയിലല്ല കേട്ടോ. ഞാനിവിടെ പറഞ്ഞു വരുന്നൊരു സാധനം എന്താ വെച്ചാൽ, മനുഷ്യരല്ലേ, നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള പെയിന് നമുക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മൾ കാരണം പലരും പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ലൈഫ് ചില സമയത്ത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കാം. നമ്മൾ ശരിയെന്ന് വിചാരിക്കണം, ചിലപ്പോൾ തെറ്റാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. നമ്മൾ ചെയ്യുന്നത് ശരിയായിരിക്കും, പക്ഷേ മറ്റുള്ളവരത് തെറ്റാണെന്നുള്ളത് വ്യാഖ്യാനിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ ഒരുപാട് വിശ്വസിച്ച ആളുകൾ നമുക്ക് ഒരുപാട് പെയിൻഫുള്ളായ എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടായിരിക്കാം. നമുക്ക് എത്രയോ രാത്രികൾ ഉറങ്ങാൻ പറ്റാത്ത ട്രോമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പിന്നെ വേറെ ചില ആളുകൾ ശ്രദ്ധിച്ചില്ലേ, അവർ ലൈഫ് ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു സ്റ്റേജിൽ വെച്ചിട്ട് ഇവർ മാറുന്നുണ്ടായിരിക്കും. ചില ആളുകൾ സ്പിരിച്വൽ ലെവലിലേക്ക് പോകും. ചിലവർ സ്പിരിച്വൽ ലെവലിൽ പോയ ആളുകൾ പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പോകുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സെൻഷ്വൽ രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും അത്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ഒരു ടാബു സബ്ജക്റ്റ് ആണ് എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് എന്തോ ഫിസിക്കൽ പ്ലഷേഴ്സ് എന്ന് പറയുന്നത് എന്തോ മോശം സംഭവമാണെന്നുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആളുകൾക്ക് തോന്നുന്നു ഈ ഒരു സാധനമൊക്കെ വലിയ വിഷയമായിട്ട് തോന്നുന്നത്. മൾട്ടിപ്പിൾ റിലേഷൻസൊക്കെ അങ്ങനെ തോന്നുന്ന കേസ്. എന്തപ്പോൾ അത് എനിക്കത് ഇപ്പോഴും മനസ്സിലാവണില്ല. എന്താണ് സംഭവം? നമ്മളൊരു പുരോഗമന സമൂഹത്തിന്
അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഹോമോജൻ അല്ല എന്തെങ്കിലും പറയാം, ഒരാളായിട്ട് മാത്രമുള്ള റിലേഷൻഷിപ്പ് എന്ത് പറയുന്നു, അയ്യടാ എനിക്കത് ആ ഫ്രേസ് മറന്നുപോയി ഗൈസ്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പറ്റൂല ഗൈസ്. ചിലവർ വളരെ പ്ലൂറലായിട്ടായിരിക്കും റിലേഷൻഷിപ്പുകൾ കാണുന്നത്. പിന്നെ ഇതിന് വേറൊരു കാര്യമുണ്ട്, ലവ് മാരേജിൽ തന്നെ പല ആളുകളും കപ്പിൾ സ്വാപ്പിങ്ങും, അതായത് അവരെ പാർട്ട്ണർ വേറെ ആൾക്ക് ഷെയർ ചെയ്യുക, മറ്റാളുടെ പാർട്ട്ണറെ അമ്മക്ക് കിട്ടുക, അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ത്രീസം ഈ ഒരു സാധനത്തേക്ക് പോകുന്ന ആളുകളുണ്ട്, ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പുകൾ ചെയ്യുന്ന ആളുകൾ. ഞാൻ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യണതല്ല കേട്ടോ, നമ്മൾ പറഞ്ഞു വരുന്ന സാധനം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയാം. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ ഫസ്മിന സക്കീറിൻ്റെ ആളുകൾ ഇങ്ങനെ ഇവൾക്ക് എത്ര ആളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, ഇവള് പഴയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കത്, പിന്നെ അവൾ കഞ്ചാവ് വലിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നല്ലത്. ഞാൻ ആ പോയിന്റിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. നമ്മൾ പറഞ്ഞു വരുന്നത് റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിലാണ്. എനിക്കത് വളരെ നോർമലായിട്ടാണ് തോന്നിയത്, അത്രേ ഉള്ളൂ. നോർമൽ എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഞാൻ അതിനെ നോർമലൈസ് ചെയ്യുന്നു അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അങ്ങനെയല്ല. എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയ ഒരു സാധനം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 33 ഇതപ്പോൾ ഏപ്രിലിൽ എനിക്ക് 33 സ്റ്റിൽ ഐ എം വിർജിൻ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയുള്ള കുറേ ഫിയേഴ്സ് ഉണ്ട്. എനിക്ക് ഒരാളായിട്ടുള്ള ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് എനിക്ക് ഈ ഒരു സാധനം വർക്കൗട്ട് ആവുള്ളൂ, അങ്ങനെയൊക്കെ ഒരു സാധനമുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയുള്ളത് വെച്ചാൽ ഞാനൊരു ടോപ്പിൻ ഐഡിയൽ, ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലൊക്കെ റിലേഷൻഷിപ്പുകൾ നോക്കിക്കാണും തോന്നിയിട്ടുണ്ട്. എന്നോട് ഒരു മെൻറ്റർ, ട്രെയിനർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആദ്യം ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകണം പാർട്ട്ണറായിട്ട്. എന്താണ് വേണ്ടത്, നീ എന്താണ് ആഗ്രഹിക്കുന്നത്, മറ്റാൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയിലെത്തിയതിന് ശേഷം വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാണ്ട് നോർമലായ രീതിയിൽ സാധാരണ മനുഷ്യരെ പോലെ റിലേഷൻഷിപ്പിലേക്ക് കിടക്കുക എന്നൊക്കെ. പക്ഷേ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ സിനിമകളിലൊക്കെ കാണിക്കുന്ന ഒരു സംഭവമില്ല. ഇപ്പോൾ ഒരുപാട് പെയിൻഫുള്ളായ എക്സ്പീരിയൻസ് കൂടെ പോയ ഒരാൾ ഏറ്റവും അവസാനം ഹാപ്പി ആയിട്ടുള്ള ലൈഫ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരുപാട് തേപ്പ് കിട്ടിയ ഒരാൾക്ക്, ഞാൻ നന്മവരൻ ചവണതല്ല കേട്ടോ, ഞാൻ ഈ പറയുന്ന പോയിന്റിൽ ഫോക്കസ് ചെയ്താൽ മതി. ഒരുപാട് ബ്രേക്കപ്പ് നല്ല തേപ്പൊക്കെ കിട്ടിയ ഒരാൾക്ക് ഏറ്റവും അവസാനം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടും എന്നൊരു സാധനം, ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെ പക്ഷേ ചില സമയത്ത് ഇങ്ങനെ തോന്നുന്നത് ഇതിലൊന്നും കാര്യമില്ല. ഇത്രയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത ആളുകൾ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മൾ പലല്ലുക്ക് എത്ര അടിപൊളിയായിട്ട് ഊപ്പര് പോണത്, ഫസ്മിനൊക്കെ അവർക്കൊന്നും ഇത് വലിയ വിഷയം ഇല്ലായിരിക്കാം. പക്ഷേ ഒരു സ്റ്റേജിൽ ഇതൊക്കെ നമുക്ക് നേരെ തിരിച്ച് വരുന്നുണ്ടായിരിക്കാം കേട്ടോ, അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അപ്പോൾ പലരും പറയില്ല ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല, ആലോചിച്ചാലാണ് വിഷയം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ മനുഷ്യരെന്ന ലെവലിൽ നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വലി ഇവോൾവ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പുകളെ നോക്കിക്കാണുന്നതും ലൈഫ് സ്റ്റൈലിനെ നോക്കിക്കാണുന്നതും സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നതും ഇൻസിഡൻറ്റുകളെ നോക്കിക്കാണുന്നതിലൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ പലരും പണ്ട് ഫസ്മിന സക്കീർ നല്ലൊരു റോൾ മോഡലല്ല എന്നൊക്കെ നമ്മൾ ആൾക്കാർ റോൾ മോഡലാവണമെന്ന് പ്രതീക്ഷിക്കണുണ്ടല്ലേ നമ്മൾ. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനിങ്ങനെ പറയുമ്പോഴും എനിക്കുണ്ട് കേട്ടോ മൈൻഡിൽ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് സമൂഹത്തിൽ ഉണ്ടാക്കണം അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ പലരും എന്നോട് പറയും അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ലടാ, അവൻ്റെ ലൈഫ് അടിച്ചു പൊളിക്കുക, ഒറ്റ ലൈഫുള്ളൂ, അത് എക്സ്പ്ലോർ ചെയ്യുക, അടിച്ചു പൊളിക്കുക എന്നൊക്കെ. പക്ഷേ നടക്കണില്ല. ചിലപ്പോൾ എന്താ വെച്ചാൽ നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം നമ്മൾ ഈ ഒരു തരത്തിൽ പറഞ്ഞ സോക്കോൾഡ് നന്മവരം പോലെയൊക്കെ ആവുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഈ ഖത്തർ കാണിച്ച് നടക്കുന്ന ആളുകളിൽ അവർ പലപ്പോഴും വളരെ ഹാപ്പിയാണ് ലൈഫിൽ എന്നൊക്കെ. എന്ന് കരുതി എല്ലാവരും അങ്ങനെ പോകണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ച് തുടങ്ങിയിറണമെന്ന് പറയാം. അതായത് ഒരു സിംഗിൾ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, ഈ സാധനമൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. എനിക്കത് ഒരു ഉട്ടോപ്യൻ സംഭവമാണ്, അതാണ് ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമ ഈ സാധനമൊക്കെ നമ്മളെ അടിക്കുമ്പോഴേ നമ്മളങ്ങനെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പാണെങ്കിൽ നമുക്കതിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. ഇതൊക്കെയാണ് പ്രശ്നം. ചില സാധനങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ചില തമാശകൾ അത് വേറൊരു രീതിയിലായിട്ട് മാറും സാധനം. നമ്മൾ വിചാരിച്ചൊരു റിസൾട്ടല്ല അത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു രീതിയിലല്ല സാധനം പോകും. അപ്പോൾ നമ്മൾ ഭയങ്കര നെർവസ് ആകും. അപ്പോൾ അത് അതിനെ മൊത്തം കൊളാക്കും. എൻ്റെ കുറേ റിലേഷൻഷിപ്പുകൾ അങ്ങനെ പോയിട്ടുണ്ട്. അതേപോലെ ഫണ്ണ് വേണ്ട ടൈമിലല്ലാണ്ട് നമ്മൾ അത് വേറൊരു രീതിയിലായി മാറും. അത് പോസിറ്റീവായിട്ട് ഉദ്ദേശിക്കുന്ന സാധനം നെഗറ്റീവായിട്ട് മാറും. അങ്ങനെ കുറേ സംഭവം. അതേപോലെ ചില ആളുകളില്ലേ ഈ ഫീമെയിൽ സൈക്കോളജിയെക്കുറിച്ച് പല ആളുകളും വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് ഇത് ഇങ്ങനെയാണോ എന്ന്. എന്താ സംഭവം, ഞാൻ ഒരുത്തിരത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണോ സ്ത്രീകൾ ചിന്തിക്കുന്നത്, നീ ചിന്തിക്കുന്നത് ഇങ്ങനെയാണോ എന്ന്. സംഭവം എന്താ അറിയോ,
അതായത് അവർക്ക് ഏതെങ്കിലും പ്രാന്തനെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ ഒരു പട്ടിയുടെ വില കൂടിയും കൊടുക്കാത്ത, പട്ടിയുടെ വില കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഫ്രേസിൽ തന്നെ പ്രശ്നമുണ്ട്. പട്ടീനെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ട്, വേറെ കാര്യം. നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന സാധനം ഉണ്ടല്ലോ, പട്ടിയുടെ വില ഇതാണ് ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു സാധാരണ ചിന്തയെ നമ്മൾ സബ്വേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാധനം. അത് നമ്മൾ ഇവോൾവ് ചെയ്ത് വരികയാണെന്നുള്ളൊരു സാധനമാണത്. അപ്പോൾ സിനിമകൾ കണ്ടിട്ടും പുസ്തകങ്ങൾ വായിച്ചിട്ടും ആളുകളോട് സംസാരിച്ചിട്ടും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വഴിയും ഒക്കെ ഉള്ള ഒരു സാധനമാണത്. അപ്പോൾ അവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പല ആളുകളും അവരൊരു പട്ടിയുടെ വില കൂടി കൊടുക്കാത്ത ആണുങ്ങളെയായിരിക്കും പല പെണ്ണുങ്ങൾക്കും താല്പര്യം ഉണ്ടായിരിക്കും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് എനിക്കിതേ ഡിസേർവ് ചെയ്യുന്നുള്ളൂ എന്നൊരു സാധനമാണ്. ചില ആളുകൾ എന്താ വെച്ചാൽ അവർക്ക് ഹൈ വാല്യൂസ് ആയിരിക്കും. അവർ വിചാരിക്കും എനിക്ക് ഇങ്ങനെയുള്ള ഒരുത്തനെ എന്നെ വേണം എന്നൊരു സാധനമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഈ അപ്പോഴും ഈ ലോക്കൽ നിന്ന് ഉപയോഗിക്കണതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും പറയാം, അവർക്ക് എന്താ വെച്ചാൽ ഈ ഓർഡിനറി സാധനങ്ങളൊന്നും വേണ്ട എന്നുള്ള സാധനം ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് അവസാനം ഓർഡിനറി ഇതിൽ അങ്ങനെ ജീവിക്കേണ്ടി വരുന്നുണ്ടായിരിക്കും. ചില ആളുകൾ എന്താ വെച്ചാൽ എനിക്ക് ഓർഡിനറി സംഗതികൾ മതി, അങ്ങനൊരു സംഭവമായിരിക്കും. വളരെ ഹൈ വാല്യൂസൊക്കെ വെച്ച് ചേർക്കുന്ന ആളുകൾ വളരെ ട്രോമാറ്റിക്കായ എക്സ്പീരിയൻസിലൂടെയൊക്കെ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്തായാലും ഫസ്മിന സക്കീർ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ, അതാണ് ഞാൻ ആലോചിക്കുന്നത് കേസ്. ഫസ്മിന സക്കീറിനെ ഞാൻ ആലോചിക്കുന്നത്, ഫസ്മിന സക്കീറിൻ്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യം അവൾക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കളെ, ഒരു സുഹൃത്തിനെങ്കിലും എല്ലാം സംസാരിക്കാൻ പറ്റുന്ന അങ്ങനൊരു നല്ലൊരു രസമുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവളുടെ ലൈഫ് അടിപൊളിയാവും തോന്നുന്നു കേസ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഫസ്മിന സക്കീറിൻ്റെ വീഡിയോസ് കാണുമ്പോഴൊക്കെ. അത്രേ ഉള്ളൂ. ഫസ്മിന സക്കീറിന് അങ്ങനെ ഒരാൾ അവളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്നാണ് കേസ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ലൈഫിൽ നോക്കി കാണുന്ന രീതി തന്നെ മാറുന്നുണ്ടായിരിക്കും. അവളിപ്പോൾ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്, ഒരുപാട് അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല. ഞാൻ ഒരു വ്യക്തി പോകുന്നൊരു സ്റ്റേജ് അങ്ങനെയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് എന്താ വെച്ചാൽ കുറേയൊക്കെ നമ്മൾ സിനിമകൾ കാണുന്നതിൻ്റെയൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം ഗൈസ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഫസ്മിന സക്കീറിൻ്റെ മൾട്ടിപ്പിൾ റിലേഷൻസ്, ഫസ്മിന സക്കീറിൻ്റെ ബോയ് ഫ്രണ്ട്, ഫസ്മിന സക്കീറിൻ്റെ ടേൺ ടു 6 മാനിയാക്ക് എന്നുള്ളൊരു ആ ഒരു പ്രയോഗം, അതൊക്കെ ഡയറിയിലുള്ള സാധനം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് പറ്റിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് അങ്ങനെ അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതാണ് സംഭവങ്ങൾ, എങ്ങനെ ഈ കാര്യത്തെ നോക്കി കാണണം എന്നുള്ളൊരു സംഭവം. അത്രയുള്ള കേസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കൺസിഡർ സബ്സ്ക്രൈബിങ്. നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനലാണ്, ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് വിചാരിക്കേണ്ട കേസ്. ഞാൻ എൻ്റേതായ അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് പൊതുവെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു രീതിയിലുള്ളൊരു സാധനം ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരിക്കും, രേഖപ്പെടുത്തുക. അത്രയേ ഉള്ളൂ. എന്തായാലും എനിക്ക് യൂട്യൂബിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിങ്ങനെ സിമിലർ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഇതിന് നേരെ ഓപ്പോസിറ്റായി ചിന്തിക്കുന്ന ആളുകളൊക്കെ എന്താ പറയുക, കമൻറ്റ് ചെയ്യലും കോണ്ടാക്ട് ചെയ്യലും അങ്ങനെ രീതിയിലുള്ളൊരു സംഭവമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവലുണ്ട് കേസ്. അപ്പോൾ അങ്ങനൊരു സോഷ്യൽ ഡിസ്കോഴ്സ് എന്നുള്ള ലെവലിലാണ്, കമ്മ്യൂണിക്കേഷൻ ലെവലിലാണ് ഞാൻ, ആ രീതിയിലും കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത് കേസ്. അത്രയേ ഉള്ളൂ.